വൈക്കത്തഷ്ടമി നാളിൽ അഷ്ടമി വിളക്കിന് വൈക്കത്തപ്പൻ ആദ്യ കാണിക്ക അർപ്പിക്കാൻ കറുകൈ കേമൾ കിടങ്ങൂരിൽ നിന്നും യാത്ര തിരിച്ചു. വൈക്കത്തപ്പനും ഉദയനാപുരത്തപ്പനും മൂത്തേടത്ത് കാവിലമ്മയും എഴുന്നള്ളി നിൽക്കുമ്പോൾ ആദ്യ കാണിക്ക അർപ്പിക്കാനുള്ള അവകാശം കറുകയിൽ കൈമൾക്കാണ്. ക്ഷേത്രത്തിന്റെ സംരക്ഷണ ചുമതലയുള്ള നായർ പടയാളികളുടെ തലവനായിരുന്ന കറുകയിൽ കൈമൾ തന്റെ കീഴിലുള്ള പടയോടൊപ്പം ക്ഷേത്ര ആചാരങ്ങളെ വിമർശിച്ച സാമൂഹ്യ വിരുദ്ധരെ ചെറുത്തു തോൽപ്പിച്ചതിനെ തുടർന്നാണ് ആദ്യ കാണിക്ക അർപ്പിക്കാൻ അവകാശം ലഭിച്ചത്. ഭഗവാന്റെ മുന്നിൽ സ്വർണ്ണ ചെത്തിപ്പൂവും പണവും കാണിക്കർപ്പിക്കാൻ എല്ലാ വർഷവും കിടങ്ങൂരിലെ കുടുംബ വീട്ടിൽ നിന്നുമാണ് കൈമൾ യാത്ര ആരംഭിക്കുന്നത്. വൈക്കത്തമ്പലത്തിലെ കാണിക്കടിയിൽ 29 കൊല്ലം കഴിഞ്ഞു. ചെത്തിപ്പൂവും കൊണ്ടാണ് കാണിക്കിടുന്നത്. വനാർത്ഥപ്പം വന്നതിന് ശേഷം നമ്മൾ ഇരിക്കുന്നിടത്ത് കൊട്ടാരത്തിൻ്റെ അവിടെ വഴിയിൽ നിൽക്കും. അത് കഴിഞ്ഞ് അവിടുന്ന് ദേവസ്വം കൊണ്ട് വനാർത്ഥപ്പം കയറി ചെന്ന് കഴിയുമ്പോൾ അവിടുന്ന് ഉദ്യോഗസ്ഥന്മാർ വന്ന് മാന്യർ വന്ന് നമ്മളെ വിളിക്കും. അഷ്ടമിക്ക് പോകാൻ സമയമായി പോകാമെന്നും പറഞ്ഞു. അവിടെ ചെന്ന് ചെത്തിപ്പൂവും പൈസയും കൂടെ കാണിക്കിട്ടതിന് ശേഷം തിരിച്ച് കൊട്ടാരത്തിൽ കൊണ്ടുപോകും. കറുകിലെ കൈമുള്ള ഇപ്പോഴത്തെ പിന്തുടർച്ചക്കാരനായ കിടങ്ങൂർ കൊച്ചുമഠത്തിൽ ഗോപാലൻ നായർ വെള്ളിയാഴ്ച 12 മണിയോടെയാണ് യാത്ര പുറപ്പെട്ടത്. കഴിഞ്ഞ 29 വർഷക്കാലമായി വൈക്കത്ത് അഷ്ടമി വിളക്കിന് ആദ്യ കാണിക്ക അർപ്പിക്കുന്നത് 85-കാരനായ ഗോപാലൻ നായരാണ്. കാണിക്ക അർപ്പിക്കാനുള്ള കസവുമുണ്ടും പട്ടും ധരിച്ച് ആചാര തനിമയോടെ ഉടവാളുമേന്തി സ്വർണ്ണ ചെത്തിപ്പൂവുമായി യാത്ര തുടങ്ങുമ്പോൾ കുടുംബാംഗങ്ങളും അനുഗമിക്കും. പോകാൻ സാധിക്കാത്തവർ യാത്ര അയക്കാൻ എത്തും. കിടങ്ങൂർ സുബ്രഹ്മണ്യ സ്വാമിയെയും ഐശ്വര്യ ഗന്ധർവ സ്വാമിയെയും തൊഴുതു പ്രാർത്ഥിച്ച് കാണിക്ക അർപ്പിച്ച ശേഷമാണ് വീട്ടിലെ പൂജാമുറിയിൽ വിളക്ക് കൊളുത്തി പ്രാർത്ഥനകൾ നടത്തിയത്. തുടർന്ന് ഉടവാളുമേന്തി വൈക്കത്തേക്ക് യാത്ര ആരംഭിച്ചു. കിടങ്ങൂർ ക്ഷേത്രത്തിന് സമീപത്തെ വീട്ടിൽ നിന്നും ഉച്ചയോടെ യാത്ര ആരംഭിച്ച ഗോപാലൻ നായർ വൈക്കത്തെത്തുമ്പോൾ ആചാരപരമായ സ്വീകരണമാണ് ദേവസ്വം നൽകുന്നത്. കറുകൈ കേമളെ ക്ഷേത്രം അധികൃതർ മഞ്ചലിൽ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകും. അഷ്ടമി വിളക്ക് സമയത്ത് ദർശനം നടത്തി സ്വർണ്ണ ചെത്തിപ്പൂവും പണക്കിഴിയും സമർപ്പിച്ച് മടങ്ങുന്ന കൊച്ചുമഠത്തിൽ ഗോപാലൻ നായർക്ക് ദേവസ്വം അധികൃതർ സന്തോഷ സൂചകമായി പണക്കിഴി സമർപ്പിക്കും. താരകാസുര നിഗ്രഹത്തിന് ശേഷം വിജയശ്രീലാളിതനായി മടങ്ങിയെത്തുന്ന ഉദയനാപുരത്തപ്പന്റെ സാന്നിധ്യത്തിൽ ആഹ്ലാദചിത്തനായി അനുഗ്രഹം ചൊരിയുന്ന വൈക്കത്തപ്പന് മുന്നിൽ ആദ്യ കാണിക്ക അർപ്പിക്കാനുള്ള സൗഭാഗ്യം 20 വർഷക്കാലമായി തുടരാൻ അന്നദാന പ്രഭുവായ വൈക്കത്തപ്പന്റെ അനുഗ്രഹം ലഭിക്കുന്നതിനുള്ള ആഹ്ലാദവുമായാണ് ഇത്തവണയും കൊച്ചുമഠത്തിൽ ഗോപാലൻ നായർ യാത്ര പുറപ്പെട്ടത്. വൈക്കം മഹാദേവ ക്ഷേത്രത്തിന്റെ ചരിത്ര വഴികളിൽ അധികമൊന്നും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരു സന്ദർഭത്തിന്റെ ഓർമ്മ പുതുക്കൽ കൂടിയാണ് അഷ്ടമി വിളക്കിന് കറുകയിൽ കൈമളുടെ ആദ്യ കാണിക്ക.